Hi guys, welcome back to my YouTube channel. It's Ivana and you're watching Tasty Time. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് നോർമൽ വീഡിയോസ് ഒന്നും അല്ല ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മളൊരു ചർച്ചയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി സംഭവിക്കുന്ന കാര്യമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് പിങ്കിനെ കുറിച്ചാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ബ്ലാക്ക് പിങ്ക് ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം, ഒരു ഐറ്റലാണത്. അത് ഒരു കുഞ്ഞ് ഒരു ഷോയിൽ നിന്ന് വലിയൊരു ഇപ്പോൾ മെർച്ച് വരെ കൊടുക്കുന്ന സാധനമാണ്. എല്ലാവർക്കും ഇപ്പോൾ ബ്ലാക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് പിങ്കിൽ ഒരു 5th മെമ്പർ ഉണ്ടോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒന്ന് അടുത്തലോട്ട് നോക്കാം. അപ്പോൾ നമുക്ക് പേരെല്ലാം പറഞ്ഞു തരാം ഞാൻ. അപ്പോൾ സത്യത്തിൽ പറയുന്നത് ഇതൊരു വലിയ ഗ്രൂപ്പായിരുന്നു, 8-9 ഇതുള്ളായിരുന്നു. പിന്നെ അവർ കുറഞ്ഞ് ഇങ്ങനെ സെലക്ട് ചെയ്ത് നല്ല നോക്കി സെലക്ട് ചെയ്ത എന്നിട്ട് 5 പേരാണ് ബാക്കി വന്നത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ബ്ലാക്ക് പിങ്കിലാകെ 4 പേരേ ഉള്ളൂ. അപ്പോൾ ആ 5ൽ ഒരാൾ എവിടെ പോയി എന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആ 5ാമത്തെ ആളുടെ പേരാണ് മിയോൺ. ആ ഗ്രൂപ്പിൽ നിന്ന് എന്തിനാണ് വിട്ടുപോയത് നമുക്കറിയാൻ പറ്റും. അപ്പം മിയോൺ വിട്ടുപോയതിൻ്റെ കാര്യം അവർ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു വലിയ ഇതൊക്കെ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവൾ പേഷ്യൻ്റ് ആയിരുന്നു, പക്ഷേ അവളുടെ പേഷ്യൻസ് മാറ്റിമറിക്കുന്നിടം വരെ കൊണ്ടുപോയോണ്ടാണ് അവൾ ആ ഗ്രൂപ്പിൽ നിന്ന് ആരും ഇറക്കി വിട്ടതല്ല, അവൾ തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വാതിലടിക്കുമ്പോൾ മറ്റൊരു വാതിലിൻ്റെ കീ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന പോലെയാണ് ഇപ്പം മിയോൻ്റെ ലൈഫ്. കാരണം ആ ബ്ലാക്ക് പിങ്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ വാതിലടച്ചപ്പോൾ അവൾക്ക് 2ാമതൊരു വാതിലുണ്ടായിരുന്നു. മിയോൺ ഇപ്പോൾ ഒരു വലിയ ഫേമസ് ഐറ്റലാണ്. അവൾ ഒരാൾ മാത്രമായിട്ടുള്ളൊരു സിംഗർ, ഡാൻസ് എല്ലാം കൂടെ K-pop ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പം മിയോൺ ഫേമസ് ആണ്. മിയോൺ ഒന്നും നഷ്ടമായിട്ടില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രയേ പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വല്ല എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് അറിയണമെങ്കിൽ നിങ്ങൾ പോയി സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ബെല്ലൈക്കണും നോട്ടിഫിക്കേഷൻസ് അടിക്കാൻ വേണ്ടി ഒന്നും മറക്കല്ലേ. ഷെയറും ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണിക്കാം.